സിമ്പോസിയം മോഡറേറ്ററായ ഞാറകുന്നിലച്ച, AKCC രൂപതാ പ്രസിഡന്റ് എമാനുവൽ നിധീരി സാറെ, ജനറൽ സെക്രട്ടറി ജോസ് വെട്ടുകുളം സാറെ, SMIM ഡയറക്ടർ മാണി കുഴുപ്പുകുറ്റി അച്ഛ, സിറിൽ തയ്യിൽ അച്ഛ, മറ്റ് AKCC നേതാക്കന്മാരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, കരിയാറ്റി മാർ യൗസേപ്പ് മെത്രാപ്പൊലീത്ത, പാറേമാക്കൽ തോമ ഗോവർണതോർ, സഭയുടെ രണ്ട് നെടും തൂണുകളാണിവർ. സ്വന്തം ജാതിയുടെ ഗുണത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് പത്രോസിന്റെ സിംഹാസനം സന്ദർശിച്ചവർ. മരിച്ചെങ്കിലും സീറോ മലബാറിന്റെ മക്കളുടെ മനസ്സുകളിൽ ചിരഞ്ജീവികളായി വാഴുന്നു. അഭിവന്ദ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വിളക്ക് ഉടഞ്ഞെങ്കിലും ഇവർ കൊളുത്തിവെച്ച സ്മരണകൾ അണയാതെ നിലകൊള്ളുന്നു. ചരിത്രത്തിൽ ഇടം പിടിക്കുക എന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ചരിത്രം രചിക്കുക എന്നാൽ പ്രതിഭകളായിരിക്കണം രചയിതാക്കൾ. അത്തരം രണ്ട് വ്യക്തിത്വങ്ങളാണ് കരിയാറ്റിൽ മാർ യൗസേപ്പ് മെത്രാപ്പൊലീത്തായും പാറേമാക്കൽ തോമാ കത്തനാരും. ഇവർ സഭയുടെ ചരിത്ര പുസ്തകത്തിൽ ഐക്യത്തിൻ്റെയും സ്വന്തം സ്വത്വത്തിൻ്റെയും പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു. ഈ സിമ്പോസിയത്തിലൂടെ ഇവർ സഭയ്ക്ക് വേണ്ടി ചെയ്തവ, അഭിമുഖീകരിച്ചവ വിവരിക്കുകയാണ്. സഭ വൈവിധ്യത്തിലെ കൂട്ടായ്മ. മിശിഹായുടെ ഭൗതിക ശരീരമാണ് സഭ. പൗലോസ്ലീഹ ലേഖനത്തിൽ പറയുന്നത് പോലെ ഒരേ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് നാം. അതുപോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭ സഭകളുടെ കൂട്ടായ്മയാണ്. 24 വ്യക്തിസഭകൾ ചേരുന്നതാണ് കത്തോലിക്ക സഭ. പരിശുദ്ധാത്മാവാകുന്ന സിരകളാൽ അവ പരസ്പരം കോർത്ത് ഇണക്കപ്പെട്ടിരിക്കുന്നു. ഈ വ്യക്തിസഭകളെ 6 ആരാധനാക്രമ പാരമ്പര്യങ്ങളിൽ പെടുത്താം. 1 അലക്സാൻഡ്രിയൻ, 2 അന്ത്യോക്യൻ, 3 അർമേനിയൻ, 4 കാൽഡിയൻ അഥവാ പൗരസ്ത്യ സുറിയാനി, 5 ബൈസന്റയിൻ, 6 ലാറ്റിൻ. ഇതിൽ പൗരസ്ത്യ സുറിയാനി ക്രമത്തിലാണ് നമ്മുടെ സീറോ മലബാർ സഭ ഉൾപ്പെട്ടിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി ആരാധനാ ക്രമവും ആരാധനാ ഭാഷയുമായി സ്വീകരിച്ചവരാണ് നമ്മുടെ സഭ. മിശിഹായുടെ പ്രേഷിതത്വം ഇന്ത്യയിൽ. എല്ലാ ജനതകളോടും സുവിശേഷം അറിയിക്കുകയും അവരെ ശിഷ്യപ്പെടുത്തുകയും ചെയ്യുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ എന്ന മിശിഹായുടെ കൽപ്പന പ്രകാരമാണ് മാർ തോമാ ശ്ലീഹ ഭാരതത്തിൽ എത്തിച്ചേരുന്നത്. മിശിഹാ കാലം 52-ാം ആണ്ടിൽ തോമാ ശ്ലീഹ മാലിന്യങ്കരയിൽ ഇറങ്ങിയെന്നാണ് പൈതൃകമായി നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്ന വിശ്വാസം. ഇത് വിശ്വാസത്തിലെടുക്കുവാൻ 5 കാര്യങ്ങൾ തെളിവുകളായുണ്ട്. 1 തോമായുടെ നടപടികൾ. 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ എഴുതപ്പെട്ട ഒരു അപ്രമാണിക ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് അവ്യക്തമാണ്. പ്രസ്തുത ഗ്രന്ഥം തോമാ ശ്ലീഹ എങ്ങനെ ഇന്ത്യയിൽ എത്തിപ്പെടുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായെന്നും ഇവിടെ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഇന്നും തോമായുടെ നടപടിയെക്കുറിച്ച് ഗവേഷകർ ഗവേഷണം ചെയ്യുന്നു. 2 റമ്പാൻ പാട്ട്. മാളിയേക്കൽ തോമാ റമ്പാൻ എഴുതിയതാണ് റമ്പാൻ പാട്ട്. ഗദ്യരൂപത്തിൽ തോമാ ശ്ലീഹയുടെ ആഗമനത്തെക്കുറിച്ചും പ്രേഷിത മേഖലയെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നു. 3 മാർത്തോമാ നസ്രാണികളുടെ സാന്നിധ്യം. തോമാ ശ്ലീഹ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് നാം ഓരോരുത്തരും. തോമാ ശ്ലീഹയുടെ പൈതൃകവും അദ്ദേഹം കാട്ടിത്തന്ന മാർത്തോമാ മാർഗം ഇവയെല്ലാം തോമാ ശ്ലീഹയുടെ വരവിന് അടിവരയിടുന്നു. സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ. സഭയുടെ പാരമ്പര്യങ്ങളെയും ആരാധനാ ക്രമത്തെയും ചിട്ടപ്പെടുത്തുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. പ്രത്യേകമായി മിശിഹ ജീവിതം നയിച്ച കാലത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഇവർ സുവിശേഷ ദീപത്തെ അതിൻ്റെ ശൈശവ ദശയിൽ ഏറ്റുവാങ്ങിയവരാണ്. നമ്മുടെ പൗരസ്ത്യ സുറിയാനി സഭയിലെ മൽപ്പാനും റൂഹാദ് ഖുദ്ദീസയുടെ വീണ എന്നറിയപ്പെടുന്ന വ്യക്തിയും ഒപ്പം തന്നെ ഈ സെമിനാരിയുടെ മധ്യസ്ഥനുമായ മാർ അപ്രേം ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
ഇരുളിൽ കഴിഞ്ഞിരുന്ന ദേശം തോമായാൽ പ്രകാശമാനമായി. മിലാനിലെ വിശുദ്ധ അംബ്രോസ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: നമ്മുടെ കർത്താവായ ഈശോയുടെ കൽപ്പന പ്രകാരം ശ്ലീഹന്മാർ യാതൊരു താമസവും കൂടാതെ പല സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെട്ടു. മലകളും മറ്റ് പ്രകൃതിയുടെ തടസ്സങ്ങളും ഉണ്ടായിരുന്ന ആ ദേശങ്ങളിൽ എത്തിച്ചേരുവാൻ അവർക്ക് സാധിച്ചു. ഇന്ത്യയിൽ തോമായ്ക്കും പേർഷ്യയിൽ മത്തായിക്കും ബൈബിളിന്റെ ലത്തീൻ പരിഭാഷയായ ഉൾഗാത്ത തയ്യാറാക്കിയ വിശുദ്ധ ജെറോം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: മിശിഹ എല്ലാ സ്ഥലങ്ങളിലും തോമായോടൊത്ത് ഇന്ത്യയിലും കേപ്പായോടൊത്ത് റോമായിലും പൗലോസിനോടൊപ്പം ഇല്ലിരിക്കത്തിലും വസിക്കുന്നു. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് തോമാ ശ്ലീഹായുടെ വരവ് സത്യമാണ് എന്ന നിഗമനത്തിലേക്കാണ്. 5. തോമാ ശ്ലീഹായുടെ കബറിടം. വിശുദ്ധ ജോൺ ക്രിസോസ്തോം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: റോമായിൽ പത്രോസിന്റെ കബറിടം വണങ്ങപ്പെടുന്നത് പോലെ ഇന്ത്യയിൽ തോമാ ശ്ലീഹായുടെ കബറിടം വണങ്ങപ്പെടുന്നു. തോമാ ശ്ലീഹ മിശിഹ കാലം 72-ാം ആണ്ടിൽ ശൂലത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട് വീരചരമം പ്രാപിക്കുകയായിരുന്നു. പാരമ്പര്യങ്ങൾ അനുസരിച്ച് ആദ്യ നൂറ്റാണ്ട് മുതൽ അദ്ദേഹത്തിന്റെ കബറിടത്തിലേക്ക് തീർത്ഥാടനം ഉണ്ടായിരുന്നു. കബറിടത്തിലെ മണ്ണ് അതിവിശുദ്ധമായി കരുതിപ്പോന്നു. ഇന്ന് തോമാ ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ചിന്നമല ലത്തീൻ സഭയുടെ കീഴിലാണ്. മാർത്തോമാ നസ്രാണി സഭ. തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മാർത്തോമാ നസ്രാണി സഭ തോമായുടെ മാർഗം പിന്തുടരുന്നവരായിരുന്നു. തോമായുടെ മക്കൾ ഉപവാസത്തിന്റെയും നോമ്പിന്റെയും സ്നേഹിതർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. വർഷത്തിന്റെ ഭൂരിഭാഗവും ഉപവാസത്തിലും നോമ്പിലുമായിരുന്നു ചിലവഴിച്ചിരുന്നത്. ആധ്യാത്മിക ജീവിതത്തിന്റെ കേന്ദ്ര ഭാഗത്ത് വിശുദ്ധ കുർബാനയും ദൈവവചനവും കൗദാശിക ജീവിതവും മിശിഹ രഹസ്യങ്ങളെ വിചിന്തനമാക്കുന്ന 9 കാലങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയും തോമാ നസ്രാണികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ നമ്മുടെ പാരമ്പര്യങ്ങളും തനിമയും പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെ മങ്ങലേൽപ്പിക്കപ്പെട്ടു. പോർച്ചുഗീസുകാരുടെ വരവ്, ലക്ഷ്യങ്ങൾ. പോർച്ചുഗീസുകാർ കച്ചവട ആവശ്യങ്ങൾക്കായി വാസ്കോഡോ ഗാമയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തി. അവർ 1498 മെയ് 20-ന് കാപ്പാട് ഇറങ്ങി. കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. കച്ചവടത്തിന് വന്ന പോർച്ചുഗീസുകാർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ നൽകി സാമൂതിരി ആദരിച്ചു. ആദ്യകാല സൗഹൃദ ബന്ധങ്ങൾ. വിശ്വാസത്തിൽ തങ്ങളുടെ സഹോദരങ്ങളായ പോർച്ചുഗീസുകാരെ പ്രാരംഭഘട്ടത്തിൽ സൗഹൃദത്തോടെയാണ് നസ്രാണികൾ വീക്ഷിച്ചിരുന്നത്. തങ്ങളുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്കായി തങ്ങളുടെ ദൈവാലയങ്ങൾ വിട്ടുകൊടുക്കുവാനും നസ്രാണികൾ തയ്യാറായി. തങ്ങളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന മുസ്ലിം പടകളെ തുരത്തുവാൻ ഇവരുടെ സഹായ സഹകരണങ്ങൾ നസ്രാണികൾ ആവശ്യപ്പെട്ടു. സൗഹൃദം അധികാരത്തിലേക്ക് വഴിമാറുന്നു. 1534 മുതൽ നമ്മുടെ നാട്ടിൽ പതിരുവാദോ എന്ന പുതിയ ഭരണ സമ്പ്രദായം നിലവിൽ വന്നു. 1534 നവംബർ 3-ാം തീയതി ഗോവ രൂപത സ്ഥാപിതമായി. 1558 ഇത് അതിരൂപതയായി ഉയർത്തുകയും കൊച്ചി രൂപത സ്ഥാപിക്കുകയും ചെയ്തു. മാർത്തോമാ നസ്രാണികളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള ആദ്യ ശ്രമമായിരുന്നു ഇത്. എന്താണ് പതിരുവാദോ? പതിരുവാദോ എന്ന പോർച്ചുഗീസ് വാക്കിന്റെ അർത്ഥം സംരക്ഷണം എന്നാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനർത്ഥം പിതൃത്വം, ഉടമസ്ഥാവകാശം എന്നൊക്കെയാണ്. തങ്ങൾ എവിടെയൊക്കെ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ സഭാഭരണം നടത്തുവാനും മെത്രാന്മാരെ വാഴിക്കുന്നതിനുമുള്ള അവകാശമാണ് പതിരുവാദോ. പോർച്ചുഗീസ് രാജാവിന് മാർപ്പാപ്പയിൽ നിന്നും നൽകപ്പെട്ട അധികാരമാണ് ഇത്. ലത്തീൻ മാത്രമാണ് ശരി. ലത്തീൻ മിഷണറിമാർ വിചാരിച്ചിരുന്നത് കത്തോലിക്ക സഭ എന്നത് ലത്തീൻ സഭ മാത്രമേ ഉള്ളൂ എന്നാണ്. അതിൽ നിന്നെല്ലാം എല്ലാ തരത്തിലും വിഭിന്നമായി നിൽക്കുന്ന ഒരു ആരാധനാ രീതി, ജീവിതക്രമം എന്നിങ്ങനെയുള്ളതൊന്നും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ തങ്ങളുടെ ആരാധനാക്രമവും ജീവിത രീതിയും മാത്രമാണ് ശരി എന്ന് ധരിച്ചുകൊണ്ട് നമ്മുടെ ആരാധനാ രീതികളെ താഴ്ത്തിക്കെട്ടുവാനും പുച്ഛത്തോടെ വീക്ഷിക്കുവാനും തുടങ്ങി. ഇതിനിടയിൽ
അവർ നമ്മുടെ മേൽ കൂടുതൽ അധികാരം പ്രയോഗിക്കുവാനായി ഓരോ പള്ളികൾ സന്ദർശിക്കുകയും വികാരിമാർ ഇല്ലാതിരുന്ന തക്കം നോക്കി ലത്തീൻ ക്രമാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുവാനും തുടങ്ങി. നോമ്പിന്റെ സമയത്ത് മിഷണറിമാർ ചെയ്തിരുന്നത് പോലെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുവാൻ അവർ നിർബന്ധിക്കപ്പെട്ടു. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ അനാവശ്യമായി ഇടപെടുകയും നസ്രാണികളോട് പോർച്ചുഗീസുകാരുമായി വിവാഹബന്ധം സ്ഥാപിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇവയൊക്കെ നസ്രാണികളും മിഷണറിമാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. അങ്കമാലി സിനഡ്. മാർത്തോമ നസ്രാണികളിൽ അവസാന മെത്രാപ്പോലിത്തയായിരുന്ന മാർ അബ്രാഹം ജസ്യൂട്ട് വൈദികരുമായി സൗഹൃദം സ്ഥാപിച്ചു. 1583 അങ്കമാലിയിൽ വച്ച് സിനഡ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. നസ്രാണി സഭയിൽ ലത്തീൻ രീതികൾ അവതരിപ്പിക്കുക എന്നതായിരുന്നു ഈ സിനഡിന്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ജസ്യൂട്ട് വൈദികരുടെ നിർബന്ധം മൂലമാണ് ഇത് നടത്തപ്പെട്ടത്. മൂന്നാം ഗോവൻ കൗൺസിൽ നടത്തപ്പെട്ടത് 1585 ജൂൺ 9-നാണ്. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം മാർ അബ്രാഹം ഇതിൽ പങ്കെടുത്തു. അങ്കമാലി അതിരൂപതയിലെ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ലത്തീൻ രീതികൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിൽ 10 ഡിക്രികൾ അംഗീകരിച്ചു. മാർ അബ്രാഹം ഈ ഡിക്രികളിൽ ഒപ്പുവയ്ക്കുവാൻ നിർബന്ധിതനായി. ഇവയിലൊക്കെ ഒപ്പുവെച്ചെങ്കിലും ഇതൊന്നും മാർ അബ്രാഹം പ്രാബല്യത്തിൽ വരുത്താത്തത് ലത്തീൻ മിഷണറിമാരെ ചൊടിപ്പിച്ചു. ഉദയംപേരൂർ സൂനഹദോസ് പശ്ചാത്തലം. മാർത്തോമ നസ്രാണികളുടെ അവസാന മെത്രാപ്പോലിത്തയായിരുന്ന മാർ അബ്രാഹത്തിന്റെ മരണശേഷം കൽദായ മെത്രാന്മാരാരും ഇവിടേക്ക് വന്നില്ല. കാരണം അവർ എത്താതിരിക്കുവാൻ തക്ക രീതിയിൽ കാര്യങ്ങൾ മിഷണറിമാർ ക്രമീകരിച്ചു. സഭയുടെ പൊതുരീതി അനുസരിച്ച് മെത്രാപ്പോലിത്തയുടെ അഭാവത്തിൽ സഭാഭരണം നടത്തിയിരുന്നത് അർക്കദിയാക്കോനായിരുന്നു. അപ്രകാരം തന്നെ അർക്കദിയാക്കോനായിരുന്ന ഗീവർഗീസ് സഭയുടെ കാര്യങ്ങളിൽ ഏറ്റെടുത്തു. പക്ഷേ ഗോവൻ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡോമെനേസിസ് ഫാദർ ഫ്രാൻസിസ് റോസിനെ നസ്രാണിയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. എന്നാൽ അർക്കദിയാക്കോനെ അംഗീകരിക്കുവാനും തന്റെ നിയമന ഉത്തരവ് പിൻവലിക്കുവാനും മെനേസിസ് മെത്രാൻ നിർബന്ധിതനായി. അർക്കദിയാക്കോൻ ഗീവർഗീസ് അങ്കമാലിയിൽ യോഗം വിളിച്ചുകൂട്ടി. സഭയുടെ പൈതൃകവും സ്വയം ഭരണവും സംരക്ഷിക്കുന്നതിൽ അർക്കദിയാക്കോന് യോഗം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. ആരാണ് അലക്സിസ് ഡോമെനേസിസ്? അലക്സിസ് ഡോമെനേസിസ് ഗോവയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു. ചട്ടപ്രകാരം അദ്ദേഹമായിരുന്നു ഗവർണർക്ക് തൊട്ടു താഴെ നിന്നിരുന്നത്. അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് മാർത്തോമ നസ്രാണികളെ പദ്രുവാദോയുടെ കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ആഗമന ഉദ്ദേശ്യം. അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു: ഗോവ അതിരൂപതയുടെ കീഴിൽ നസ്രാണികളെ കൊണ്ടുവരിക, അങ്കമാലി അതിരൂപതയ്ക്ക് മെത്രാനായി ലത്തീൻ മെത്രാനെ വാഴിക്കുക, ലത്തീൻ ആരാധനാക്രമം പ്രചരിപ്പിച്ചുകൊണ്ട് സുറിയാനി ഭാഷയ്ക്കും ആരാധനാക്രമത്തിനും അറുതി വരുത്തുക. അദ്ദേഹം സൂനഹദോസിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ: മാർത്തോമ നസ്രാണികളുടെ പ്രധാന ദൈവാലയങ്ങൾ സന്ദർശിച്ചു, നിരവധി ചെറുപ്പക്കാർക്ക് വൈദിക പട്ടം കൊടുത്തു, ലത്തീൻ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു, കുട്ടികൾക്ക് സ്ഥൈര്യലേപനം നൽകി, പ്രമുഖരായ വൈദികരെ തന്റെ വരുതിയിലാക്കി, കൊച്ചി, കായംകുളം, പാറക്കാട് എന്നീ സ്ഥലങ്ങളിലെ നാട്ടുരാജാക്കന്മാരുടെ പിന്തുണ നേടിയെടുത്തു, മഹറോൻ ചൊല്ലും എന്ന ഭീഷണി മുഴക്കി അർക്കദിയാക്കോനെ സൂനഹദോസ് വിളിച്ചു കൂട്ടുവാൻ നിർബന്ധിച്ചു. ഉദയംപേരൂർ സൂനഹദോസ്. ഉദയംപേരൂർ പള്ളിയിൽ വച്ച് 1599 ജൂൺ 20 സൂനഹദോസ് ആരംഭിച്ചു. പോർച്ചുഗീസുകാർക്ക് കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമായിരുന്നതുകൊണ്ടാണ് ഇവിടം തിരഞ്ഞെടുത്തത്. 153 വൈദികരും 660 അൽമായരും പോർച്ചുഗീസ് ഗവർണറും അധികാരികളും വ്യാപാരികളും കൊച്ചി രാജാവിന്റെ പ്രതിനിധി, കൊച്ചിയുടെ പടത്തലവൻ, കൊച്ചി രൂപതയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 7 ദിവസങ്ങളിലായി നടന്ന ഈ സൂനഹദോസിൽ 9 കൂടിക്കാഴ്ചകൾ നടത്തപ്പെട്ടു. 200 ഡിഗ്രികൾ പാസ്സായി. 1599 ജൂൺ 26 സൂനഹദോസ് സമാപിച്ചു. നസ്രാണികളുടെ വിശ്വാസ പൈതൃകം, കൂദാശകൾ, തിരുനാളുകൾ, ഭരണ സംവിധാനം, സാമൂഹ്യ ജീവിതക്രമം എന്നിവ മാറ്റുന്നവയായിരുന്നു അവ. സൂനഹദോസിന് ശേഷം ആർച്ച് ബിഷപ്പ് മെനേസിസ് വീണ്ടും പള്ളികൾ സന്ദർശിക്കുകയും ഡിഗ്രികൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു.
ഈ യാത്രയ്ക്കിടയിൽ ചില സുറിയാനി ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയുകയും മറ്റു പലതും തിരുത്തുകയും ചെയ്തു. കൽദായ പാത്രിയാർക്കീസിനെ ശപിച്ചു തള്ളുവാനും ഗോവ ആർച്ച് ബിഷപ്പിനെ സഭാതലവനായി സ്വീകരിക്കുവാനും നസ്രാണികൾ നിർബന്ധിക്കപ്പെട്ടു. തൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം ഗോവയിലേക്ക് മടങ്ങി. സൂനഹദോസിന്റെ അനന്തര ഫലങ്ങൾ: മാർത്തോമ മാർഗത്തെ പിന്തള്ളുകയും അതിന്റെ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്തു. പൗരസ്ത്യ ആരാധനക്രമം അവസാനിപ്പിച്ച് ലത്തീൻ ക്രമങ്ങൾ സുറിയാനിയിൽ തർജ്ജിമ ചെയ്ത് അവതരിപ്പിച്ചു. മാർത്തോമ നസ്രാണികളുടെ ഭരണക്രമം സ്വീകാര്യമല്ലാത്തതിനാൽ ലത്തീൻ ഭരണക്രമം അവതരിപ്പിച്ചു. ഇന്ത്യ മുഴുവനും വ്യാപിച്ചിരുന്ന നമ്മുടെ ഭരണ സംവിധാനത്തെ ഭാരതപ്പുഴയ്ക്കും പമ്പ നദിക്കും ഇടയിലാക്കി ചുരുക്കി. ഗോവ അതിരൂപതയുടെ കീഴിൽ അങ്കമാലി അതിരൂപതയെ കൊണ്ടുവന്നു. ആരാധനാക്രമ മാറ്റങ്ങൾ: രണ്ടാമത്തെയും മൂന്നാമത്തെയും അനാഫറകൾ മാർ തെയദോറിന്റെയും മാർ നെസ്തോറിയസിന്റെയും അനാഫറകളുടെ ഉപയോഗം നിരോധിച്ചു. വലിയ നോമ്പ് തിങ്കളാഴ്ച തുടങ്ങിയിരുന്നത് ബുധനാഴ്ചയാക്കി. നിഖ്യ വിശ്വാസ പ്രമാണത്തിന് പകരം ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ഉപയോഗത്തിൽ വന്നു. ലത്തീൻ രീതിയിലുള്ള കൂദാശക്രമങ്ങളും തിരുവസ്ത്രങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. ഇരു സാദൃശ്യങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നിർത്തലാക്കി. കൂനൻ കുരിശ് സത്യം പശ്ചാത്തലം: അന്നുവരെ ഒന്നായിരുന്ന നസ്രാണികളെ രണ്ടാക്കി കൂനൻ കുരിശ് സത്യം. വർത്തമാന പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആയതിന്റെ വേദ തലവര് തന്നെ ആയതിനെ നശിപ്പിക്കുവാൻ എന്നും നമ്മുടെ ജാതിയുടെ ഗുണത്തിനും ഒരുമ്പോടിനും വേണ്ടി ആഗ്രഹിച്ചിരുന്ന മനസ്സുകളെ രണ്ടാക്കിയ സംഭവം. തത്സമയത്തെ അർക്കദിയാക്കോനായ തോമ മാർപ്പാപ്പയ്ക്കും പൗരസ്ത്യ പാത്രിയാർക്കീസുമാർക്കും മലബാറിലെ സ്ഥിതികൾ വിവരിച്ചുകൊണ്ട് കത്തെഴുതി. അന്നത്തെ കോപ്റ്റിക് പാത്രിയാർക്കീസ് മാർ അഹത്തള്ള എന്ന സുറിയാനി കത്തോലിക്ക മെത്രാനെ അയച്ചുകൊണ്ട് ഉത്തരം നൽകി. അദ്ദേഹം മദ്രാസിലെത്തിയപ്പോൾ ജസ്യൂട്ട് വൈദികർ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. മൈലാപ്പൂരിലേക്ക് പോയ 3 ശമാശന്മാരും ഒരു അൽമായനും അടങ്ങുന്ന ഒരു തീർത്ഥാടക സംഘം അദ്ദേഹത്തെ കാണാനിടയായി. തന്നെ മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് അർക്കദിയാക്കോന് നൽകണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ സംഘത്തിന് നൽകി. ഇതറിഞ്ഞ അർക്കദിയാക്കോൻ തോമ ആർച്ച് ബിഷപ്പ് ഗാർസിയയുടെ സഹായം തേടി. കൂനൻ കുരിശ് സത്യം: പക്ഷേ മാർ അഹത്തള്ളയെ കൊച്ചി തുറമുഖത്തേക്ക് കൊണ്ടുവരരുത് എന്ന് ആർച്ച് ബിഷപ്പ് ഗാർസിയ കപ്പൽ മേധാവികൾക്ക് കൽപ്പന കൊടുത്തു. ഇതിനിടയിൽ മാർ അഹത്തള്ളയെ കടലിൽ കെട്ടിത്താഴ്ത്തിയെന്ന കിംവദന്തി പരന്നു. ഇത് കേട്ട് രോഷാകുലരായ നസ്രാണികൾ അർക്കദിയാക്കോന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി മർത്തുമറിയം ദൈവാലയത്തിലെത്തി കയ്യിൽ കുരിശും വിശുദ്ധ ഗ്രന്ഥവും എടുത്ത് മേലിൽ സാമ്പാളൂർ പാതിരിമാരുടെ കീഴിൽ ആയിരിക്കേയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. ശേഷമുണ്ടായ കാര്യങ്ങൾ: കൂനൻ കുരിശ് സത്യത്തിനു ശേഷം നസ്രാണികൾ രണ്ടായി പിളർന്നു. പുത്തൻകൂറും പഴയകൂറും. പുത്തൻകൂറ് അർക്കദിയാക്കോനായിരുന്ന മാർത്തോമ ഒന്നാമനെ പിന്തുണച്ചു. പഴയകൂറ് ആർച്ച് ബിഷപ്പ് ഗാർസിയയെ പിന്തുണച്ചു. പിന്നീട് റോം മലബാറിലെ സഭാകാര്യങ്ങളിൽ ഇടപെടുകയും പ്രൊപ്പഗാന്തയുടെ ഭരണം നിലവിൽ കൊണ്ടുവരികയും ചെയ്തു. കർമ്മലീത്ത മിഷണറിമാരായിരുന്ന പ്രൊപ്പഗാന്ത ഭരണം നടത്തിയിരുന്നത്. ബിഷപ്പ് ജോസഫ് മരിയ സെബസ്ത്യാനി ആയിരുന്നു അവരുടെ തലവൻ. പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദം കാലക്രമേണ പ്രശ്നമായി മാറി. മാർത്തോമ ആറാമനും കരിയാറ്റിൽ മൽപ്പാനും. പുത്തൻകൂർ മെത്രാന്മാരായിരുന്ന മാർത്തോമ ഒന്നാമൻ മുതൽ 5ആമൻ വരെയുള്ളവർക്ക് യഥാർത്ഥ മെത്രാൻ പട്ടം ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് വന്ന മാർത്തോമ ആറാമൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി കത്തോലിക്ക സഭയിലേക്ക് പുനരയക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. തന്റെ ആഗ്രഹത്തെ അദ്ദേഹം കരിയാറ്റിൽ മൽപ്പാനെ അറിയിച്ചു. വർത്തമാന പുസ്തകത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ എഴുതാം: ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചും അങ്ങയുടെ അനുരഞ്ജനം സാധ്യമാക്കുവാൻ രാജാവിനെ സന്ദർശിക്കും. അത് സാധിക്കാത്ത പക്ഷം പരിശുദ്ധ പിതാവിനെ കണ്ട് ഞാൻ കാര്യം നടത്തും. മാർത്തോമ ആറാമന്റെയും അനുയായികളുടെയും പുനരൈക്യം സാധ്യമാക്കുവാനായി പള്ളിയോഗം മൽപ്പാനെയും പാറയമാക്കലിനെയും നിയോഗിക്കുന്നു. ഉപസംഹാരം: വർത്തമാന പുസ്തകത്തിൽ നീയൊക്കെ മിശിഹായുടെ നാമം അറിയുന്നതിന് മുൻപ് തന്നെ മലങ്കരയിൽ മെത്രാനും വൈദികരും പള്ളിയോഗവും വലിയൊരു സഭയും ഉണ്ടായിരുന്നു എന്ന് ലത്തീൻകാരെ വിമർശിക്കുന്നുണ്ട് തോമാ കത്തനാർ. പക്ഷേ
ചിലരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട നമ്മുടെ അമ്മയെ സുഖപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ചരിത്രം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ പൂർവികർക്ക് പറ്റിയ അബദ്ധങ്ങൾ നമുക്ക് ഭവിക്കുവാതിരിക്കാനും അവയിൽ നിന്നും ബോധ്യങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയെ ശോഭനമാക്കുവാനുമാണ്. അതിന് ഉതകുന്നതാകട്ടെ ഈ സിമ്പോസിയം. നന്ദി, നമസ്കാരം.